നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും നേരിടുന്ന ആക്രമണങ്ങളിൽ ഉണ്ടായി വരുന്ന വർധനവിനെക്കുറിച്ച് സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരത് ജോഡോ യാത്രയുടെ ഇടുക്കി നിയോജകമണ്ഡലം തല സ്വാഗത സംഘം രൂപീകരണം നടന്നു. ഇടുക്കി DCCയിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ സ്വാഗത സംഘ രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ LDF സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണർ BJPയുടെ വാടക ഗുണ്ടയായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. പൊന്നോണത്തുമ്പിയെയും കാത്ത് കാർഷിക നഴ്സറി ഒരുക്കി കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ. സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS യൂണിറ്റുകളിലെ കുട്ടികളാണ് ഉദ്യാനം ഒരുക്കുന്നത്. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ അധ്യാപകർക്കായി സ്പാർക്ക് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും നേരിടുന്ന ആക്രമണങ്ങളിൽ ഉണ്ടായി വരുന്ന വർധനവിനെക്കുറിച്ച് സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 27 ശനിയാഴ്ച തൊടുപുഴ നടുക്കണ്ടത്തുള്ള IMA ഹാളിലാണ് സെമിനാറും ജില്ലാ സമ്മേളനവും നടക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 7:30 നടുക്കണ്ടം IMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 27 ശനിയാഴ്ച 5:30 മണിക്ക് IMA ഹൗസ് നടക്കേണ്ടത് വെച്ച് സെമിനാറും അതിനുശേഷം ജില്ലാ സമ്മേളനം നടത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് പ്രഥമമായിട്ടാണ് ഒരു IMAക്ക് ജില്ലാ സമ്മേളനം നടത്തുന്നത്. ഇതുവരെ എല്ലാ വർഷവും സ്റ്റേറ്റ് കോൺഫറൻസ് നടത്തുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 വർഷം മുമ്പ് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കോൺഫറൻസ് നമ്മൾ ഇവിടെ നടത്തിയിരുന്നു. അത് നമ്മളാണ് അതിന് ആതിഥ്യം നൽകിയത്. പക്ഷേ ഈ വർഷം തൊട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ജില്ലാ സമ്മേളനം നടത്തണമെന്ന് സ്റ്റേറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ജില്ലാ സമ്മേളനം നടത്തുന്നത്. സമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ V മുരുകേശൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MB മുഖ്യപ്രഭാഷണം നടത്തും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സാമുവൽ കോശി ആശുപത്രികളും ആരോഗ്യ പ്രവർത്തകരും നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മണി, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ P ഗോപികുമാർ, സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെന്യാമിൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോയി മഞ്ഞള, തൊടുപുഴ ശാഖാ പ്രസിഡന്റ് ഡോക്ടർ സുമി ഇമ്മാനുവൽ, ഡോക്ടർ ജോസഫ് വർഗീസ്, ഡോക്ടർ S വിവേക്, ഡോക്ടർ എബ്രഹാം C പീറ്റർ എന്നിവർ പ്രസംഗിക്കും. വൈകിട്ട് 5:30 ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സെമിനാറും നടക്കും. IMA സംസ്ഥാന കർമ്മസമിതി ചെയർമാൻ ഡോക്ടർ MN മേനോൻ മോഡറേറ്റർ ആയിരിക്കും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കൂടിയായ സബ് ജഡ്ജ് P സിറാജുദ്ദീൻ, മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ്, റിട്ടയർഡ് SP KV ജോസഫ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വലിയപറമ്പിൽ, അലസർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ്, തൊടുപുഴ കരുണ ആശുപത്രിയിലെ ഡോക്ടർ സാജൻ ജോസഫ് ചാഴികാടൻ എന്നിവർ പ്രസംഗിക്കും. ജില്ലയിലെ എല്ലാ ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സെമിനാറിൽ പങ്കെടുക്കും. IMA കുടുംബ സംഗമവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ V മുരുകേശൻ, നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ തോമസ് എബ്രഹാം, ഡോക്ടർ സുമി ഇമ്മാനുവൽ, ജില്ലാ കൺവീനർ ഡോക്ടർ ജേക്കബ് CV, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ അജി PN എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓണം വരവായതോടെ പലവിധ പിരിവുകാരും റോഡിലിറങ്ങി തുടങ്ങി. ചികിത്സാ സഹായം എന്ന പേരിൽ ഗാനമേളയും അല്ലാതെയും രോഗികളായ കുട്ടികൾ എന്ന രീതിയിൽ ഫോട്ടോകളുമായിട്ടാണ് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച തൊടുപുഴ ടൗണിൽ ഇല്ലാത്ത രോഗിയുടെ ഫോട്ടോയുമായി പിരിവ് നടത്തിയയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഓണം വരവായതോടെ പലവിധ പിരിവുകാരും റോഡിലിറങ്ങി തുടങ്ങി. ചികിത്സാ സഹായം എന്ന പേരിൽ ഗാനമേളയും അല്ലാതെയും രോഗികളായ കുട്ടികൾ എന്ന രീതിയിൽ ഫോട്ടോകളുമായിട്ടാണ് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച തൊടുപുഴ ടൗണിൽ ഇല്ലാത്ത രോഗിയുടെ ഫോട്ടോയുമായി പിരിവ് നടത്തിയ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഡോക്ടറെ പേരിന്റെ നമ്മുടെ ഡോക്ടർ മെയിൻ ഡോക്ടറിന്റെ കാര്യം പേര് പറഞ്ഞു. എല്ലാ ഡോക്ടർ നിങ്ങളുടെ സംഘടന പേരല്ല വേണ്ടത്, നിങ്ങളെയല്ല വേണ്ടത്, ഡോക്ടറെ പേര് പറയൂ. ചുമ്മാ കള്ളത്തിനും നിങ്ങൾക്കറിയാലോ കൃത്യമായി പറയൂ. മണിമുത്ത് ഏത് കാര്യത്തിനാ പറയൂ. ഇത് മാറ്റിക്കാൻ നോക്കട്ടെ.
ആ ഫോട്ടോ എടുത്ത് ആ പോലീസ് വിളിക്കാൻ പോലീസ് അത്യാവശ്യമുള്ള കാര്യം. അങ്ങനെ ഒരു കാര്യമില്ല. പിന്നെ ചുമ്മാ വെറുതെ താൻ പൈസ വെച്ചതില്ല. പക്ഷെ അതല്ല വേണ്ടത്. മാന്യമായി നാട്ടിലെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുക. ഞാൻ ഏത് രോഗിയാണോ സത്യം പറഞ്ഞ അകത്ത് പോകുന്ന സത്യം പറഞ്ഞ ഇന്നോട് ഈ പരിപാടി ഇവിടുന്ന് പോവാം. അമൃതയിലെ പിള്ളേരുടെ ഡോക്ടർ വേണ്ടില്ലേ നമ്പറൊക്കെ ഇല്ല. ഇപ്പൊ അമൃതയിലെ ഡോക്ടർമാരായിരുന്നു പറഞ്ഞോ. ഞാൻ വിളിക്കാം ഡോക്ടർ ഇതേസമയം ഈ സംഘത്തിലെ മറ്റൊരു വിഭാഗം വെങ്ങല്ലൂരിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ച് ഗാനമേള നടത്തി പണപ്പിരിവ് നടത്തുകയായിരുന്നു. ടൗൺ ഹാളിന് മുന്നിൽ തട്ടിപ്പ് നടത്തിയ ആളെ പിടികൂടിയതോടെ ഇയാൾ വെങ്ങല്ലൂരിലുള്ള സംഘത്തോട് ഫോണിൽ പിടിയിലായി വിവരം അറിയിച്ചു. രക്ഷിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം വെങ്ങല്ലൂരിലെ പാട്ടുപിരിവുകാരെയും പിടികൂടുകയായിരുന്നു. ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഇറങ്ങുന്നത് മൂലം യഥാർത്ഥ രോഗികൾക്ക് സഹായം ലഭിക്കാത്ത സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരത് ജോഡോ യാത്രയുടെ ഇടുക്കി നിയോജകമണ്ഡലം തല സ്വാഗത സംഘം രൂപീകരണം നടന്നു. ഇടുക്കി DCCയിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ സ്വാഗത സംഘ രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. ഭാരത് ജോഡോ യാത്ര സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്രമായി മാറുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഇടുക്കി നിയോജകമണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്ന BJPയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്ന ദൗത്യവുമായി കന്യാകുമാരിയിൽ നിന്നും 150-ലേറെ ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര കാശ്മീരിലാണ് സമാപിക്കുന്നത്. 11-ന് കേരളത്തിൽ പ്രവേശിക്കുന്ന ജാഥ 19 ദിവസം കേരളത്തിൽ പര്യടനം നടത്തുമെന്ന് ജില്ലാ കോർഡിനേറ്റർ റോയ് കെ പൗലോസ് പറഞ്ഞു. ഈ യാത്ര സെപ്റ്റംബർ മാസം 7-ാം തീയതി കന്യാകുമാരി ഗാന്ധി പ്രതിമയുടെ സമീപത്തു നിന്നും ആരംഭിച്ചാൽ 11-ാം തീയതിയാണ് കേരളത്തിന്റെ അതിർത്തിയായ കളയിക്കാവിളയിൽ ഈ ജാഥ കടന്നു വരുന്നത്. 11-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന ഈ ജാഥ കേരളത്തിൽ 19 ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഉണ്ടാകുക. 19 ദിവസം അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന യാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ നിലമ്പൂർ അപ്പുറത്ത് വരെ നടത്തുന്ന യാത്ര അതിൻ്റെ അകത്ത് 453 കിലോമീറ്ററാണ് കേരളത്തിൽ സഞ്ചരിക്കുക. 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര കേരളത്തിൽ 453 കിലോമീറ്റർ. അത് തിരുവനന്തപുരത്ത് നിന്ന് NH-ലൂടെയാണ് പോകുന്നത് തൃശ്ശൂർ വരെ. തൃശ്ശൂരിൽ നിന്ന് നിലമ്പൂർ വരെ സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് പോകുന്നത്. പാർട്ടി ഇത് സംബന്ധിച്ചിടത്തോളം തീരുമാനം തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന അന്നു മുതൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ സഞ്ചരിക്കുന്ന 19 ദിവസക്കാരും അദ്ദേഹത്തോടൊപ്പമുള്ള സ്ഥിരമായി സഞ്ചരിക്കുന്ന 300 സ്ഥിര അംഗങ്ങളോടൊപ്പം AICC തീരുമാനിക്കുന്ന ആളുകൾ, അതാത് സംസ്ഥാനത്ത് തീരുമാനിക്കുന്ന ആളുകൾ, അങ്ങനെ 300 സ്ഥിര അംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഈ 180 ദിവസവും ഉണ്ടാകും. അവരോടൊപ്പം ഓരോ ദിവസവും 10,000-ൽ കുറയാത്ത പാർട്ടി പ്രവർത്തകർ അനുധാവനം ചെയ്യണം ഈ പദയാത്രയിൽ എന്നുള്ളതാണ് പാർട്ടി തീരുമാനം. അതാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോസ് ഊരക്കാട്ടിൽ, മനോജ് മുരളി, ഡീൻ കുര്യാക്കോസ് MP, EM അഗസ്തി, തോമസ് രാജൻ, AP ഉസ്മാൻ, ജോയി വെട്ടിക്കുഴി, ജോർജ് ജോസഫ് പടവൻ, MK പുരുഷോത്തമൻ, MD അർജുനൻ, ST അഗസ്റ്റിൻ, ജെയ്സൺ കെ ആന്റണി, KB സെൽവം, ആഗസ്തി അഴകത്ത്, വിജയകുമാർ മറ്റക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മിഴിവ് 2K22 എന്ന പേരിൽ സ്കൂൾ ആർട്സ് ഫെസ്റ്റ് ആഘോഷമാക്കി വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂൾ. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ മിഴിവ് ഉദ്ഘാടനം ചെയ്തു. മിഴിവ് 2K22 എന്ന പേരിൽ സ്കൂൾ ആർട്സ് ഫെസ്റ്റ് ആഘോഷമാക്കി വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂൾ. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ മിഴിവ് 2K22 ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ആർട്സ് ഡേ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പറയുക യുവജനോത്സവം എന്നാണ്. ഏറ്റവും സന്തോഷമുള്ളൊരു സുദിനമാണിതല്ലേ? ആണോ? സിസ്റ്റർ നിങ്ങളെപ്പോലെ കുട്ടിയായി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒക്ടോബർ മാസത്തിലായിരുന്നു യൂത്ത് ഫെസ്റ്റ് ആർട്സ് ഡേ സംഘടിപ്പിക്കുകയാണ്. അതായത് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സേവന വാരത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഒരാഴ്ച മുഴുവൻ ഉച്ച വരെ സേവനം ചെയ്യും, ക്ലീനിങ് ഒക്കെ നടത്തും. ഉച്ച കഴിഞ്ഞ് യൂത്ത് ഫെസ്റ്റിവൽ ഞാനിപ്പോഴും ഓർക്കുകയാണ്. പക്ഷെ ഞാനിപ്പോഴും സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചു പേരൊക്കെ സ്റ്റേജിൽ കയറും, അവതരിപ്പിക്കും. ഞാൻ
സ്റ്റേജിന്റെ പടി പോലും കണ്ടിട്ടില്ല. ഒരു ബെഞ്ച് ഇടാൻ പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. സ്കൂൾ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ സ്റ്റേജിൽ കയറുന്നതും എന്തെങ്കിലും പരിപാടി. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി മരിയ, സ്റ്റാഫ് സെക്രട്ടറി ജോസി ജോസഫ്, സ്കൂൾ ആർട്സ് മിനിസ്റ്റർ സിയോണ സിബി എന്നിവർ മിഴിവ് 2K22 ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കൊണ്ട് മിഴിവ് 2K22 ആകർഷണീയമായിരുന്നു. കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ ജെസി ജോസഫ്, ശ്രീവിദ്യ ആർ, അഞ്ജലി ദിനേശൻ, സ്നേഹമോൾ ജെ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടിമറ്റം. കേരളത്തിൽ LDF സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണർ BJPയുടെ വാടക ഗുണ്ടയായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ബാനർ ജാഥയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശിവരാമൻ. ജാഥ ക്യാപ്റ്റൻ KS സലീംകുമാറാണ്. കേരളത്തിൽ LDF സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണർ BJPയുടെ വാടക ഗുണ്ടയായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ബാനർ ജാഥയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരന്തരം പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPIയുടെ സമ്മേളനങ്ങൾക്ക് വർത്തമാനകാലത്ത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജില്ലയിലെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡല സമ്മേളനങ്ങളുമെല്ലാം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പണ്ടേതൊരു കാലത്തേക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനങ്ങളായിരുന്നു നമ്മുടെ ജില്ലയിൽ നടന്ന പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ. ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്കുള്ള യാത്രയിലാണ്. 26-ാം തീയതി നാളെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ ജാഥകൾ ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത സലീംകുമാറിന്റെ നേതൃത്വത്തിൽ നാളെ പ്രയാണം ആരംഭിക്കുന്ന ബാനർ ജാഥയും നെടുങ്കണ്ടത്ത് നിന്ന് കഴിഞ്ഞ സമ്മേളനം നടന്ന നെടുങ്കണ്ടത്ത് നിന്ന് പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK ധനവാനിന്റെ നേതൃത്വത്തിൽ പതാക ജാഥയും മൂന്നാർ പാപ്പമ്മാൾ ഹസൻ റാവത്തർ സൗഡീരത്തിന് സമീപത്തു നിന്നും P പളനിവേലിന്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന കൊടിമര ജാഥയും അതുപോലെ തന്നെ ഇരുമ്പുപാലത്ത് നിന്ന് നാളെ ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന ദീപശിഖ ജാഥകൾ. ഈ ജാഥകളെല്ലാം നാളെ 4 മണിക്ക് സമ്മേളന നഗറിൽ എത്തിച്ചേരും. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ കള്ളപ്പണം ഒഴുക്കി അട്ടിമറിക്കുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ്. MP-മാർ MLA-മാർ എന്നിവർക്ക് കോടികൾ വാരിയെറിഞ്ഞ് BJP വിലക്കെടുക്കുകയാണ്. കേരളത്തിലെ അതിവേഗ റെയിൽപാതയെ എതിർക്കുന്ന BJP അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിവേഗ റെയിൽപാതകൾ നടപ്പാക്കുന്നു. മതന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിച്ച് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി. രാജ്യത്ത് ഫാസിസം അടിച്ചേൽപ്പിക്കുന്ന മോദി ഒടുവിൽ മാധ്യമങ്ങളെയും വിലക്കെടുത്തു.
5 കൊല്ലം കൊണ്ട് 10 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് 2014 അധികാരത്തിലേറിയ മോദി രണ്ടാമതും അധികാരത്തിലെത്തിയിട്ടും വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടില്ല. സംഘപരിവാറുകൾക്ക് മാത്രം തൊഴിൽ നൽകുക എന്ന ഉദ്ദേശത്തോടെ അഗ്നിപഥ് എന്ന പേരിൽ റിക്രൂട്ട്മെന്റ് നടത്താനും കളമൊരുക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ MLA-മാരെയും MP-മാരെയും വിലക്കെടുത്ത് ഭരണം കൈക്കലാക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നടത്തുന്നതെന്ന് ശിവരാമൻ പറഞ്ഞു. CPI തൊടുപുഴ മണ്ഡലം സെക്രട്ടറി VR പ്രമോദ് സ്വാഗതം പറഞ്ഞു. CPI മൂലമറ്റം മണ്ഡലം സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ K. സലീംകുമാർ, ജാഥ ഡയറക്ടർ ജോസ് ഫിലിപ്പ്, ജാഥ അംഗങ്ങളായ PP ജോയി, മുഹമ്മദ് അഫ്സൽ, ഗീത തുളസീധരൻ എന്നിവർ പങ്കെടുത്തു. EK അജിനാസ് നന്ദി പറഞ്ഞു. ഉടുമ്പന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി രാജഭവത്തിക്കൽ, ഉപ്പൂന്ന് ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി TG അനന്തൻ, ഹൈവേസ് ഉടുമ്പന്നൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അനന്തചന്ദ്രൻ, തട്ടക്കുഴ ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ദീപു പുത്തൻപുരി, ആലക്കോട് LCക്ക് വേണ്ടി സഖാവ് ബാബു ജോസഫ്, ആലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സാബു ബാബു പീറ്റർ, ചിലവ് ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് TK ജോർജ്, ആലക്കയം ന്യൂസ് ബ്യൂറോ തൊടുപുഴ. അനിയന്ത്രിതമായി കടന്നുവരുന്ന ക്വാറികൾക്കെതിരെ മുളപ്പുറം കോട്ടക്കവലയിൽ സമരവേദി രൂപീകരിച്ചു. ഓഗസ്റ്റ് 30 രാവിലെ 10 ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്താൻ യോഗം തീരുമാനിച്ചു. ബേബി തോമസ് ചെയർമാനും റോയി പോൾ ജനറൽ കൺവീനറുമായി 51 അംഗ ക്വാറി വിരുദ്ധ സമിതി പ്രവർത്തനം തുടങ്ങി. അനിയന്ത്രിതമായി കടന്നുവരുന്ന ക്വാറികൾക്കെതിരെ മുളപ്പുറം കോട്ടക്കവലയിൽ സമരവേദി രൂപപ്പെട്ടു. ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുകയും കാർഷിക മേഖല അടക്കമുള്ള നിത്യവൃത്തിയെയും കുടിവെള്ളക്ഷാമം നേരിടേണ്ട ഭാവിയെയും പറ്റി യോഗത്തിൽ ആശങ്കയുയർന്നു. ദശാബ്ദങ്ങളായി കൃഷിഭൂമിയായ പുരയിടം 16 അടി മണ്ണ് മാറ്റി ആന്തരിക ഖനനം നടത്തുന്നത് മുളപ്പുറം തടയണയെയും വശത്ത് കുന്നയ്ക്കാമല തണ്ടിൻപുറം നിവാസികളായ പാവങ്ങളെയും ബാധിക്കും. മറ്റൊരു കൊക്കയാർ മുളപ്പുറം കോട്ടക്കവലയിൽ സംജാതമാക്കുന്നതിന് ഇടം വരുന്ന ഏത് കുത്സിത നീക്കത്തെയും പ്രതിരോധിക്കാനും യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 30 രാവിലെ 10 പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്താൻ തീരുമാനിച്ചു. ബേബി തോമസ് ചെയർമാനും റോയി പോൾ ജനറൽ കൺവീനറുമായി 51 അംഗ ക്വാറി വിരുദ്ധ സമിതി രൂപീകരിച്ചു. യോഗത്തിൽ MV ജോർജ് മാരാംകണ്ടം അധ്യക്ഷത വഹിച്ചു. മനോജ് കോക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. പശ്ചിമഘട്ട സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീനിവാസൻ അനുഭവങ്ങളും പ്രകൃതിയും എന്ന വിഷയം അവതരിപ്പിച്ചു. KV തങ്കച്ചൻ, ജിജി അപ്രേം, ജോസ് പടിഞ്ഞാറ, സിജോ മുണ്ടങ്കാവിൽ, ബെന്നി പുന്നത്തറ, ഷാഹുൽ ഹമീദ്, ജോസഫ് കുന്നുംപുറം, ജോണി മാടമല, തങ്കച്ചൻ കടുംകീരി, ലൂസീസ് റാമ്പിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പിന്നെ ഇവര് പറയുന്ന പബ്ലിക്കിനോട് പറയുന്നത് നമുക്ക് റോഡ് പണിയുണ്ട്, കെട്ടിടം പണി. ഇപ്പൊ ജോർജ് ചേട്ടൻ്റെ വീട് ഇത് പണിതിട്ടുണ്ട്, 25 ലോഡ് കല്ലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പണിതിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പണിതിട്ടുണ്ട്. ആഗ്രഹം മനുഷ്യൻ്റെ റോഡ് വേണ്ട, കെട്ടിടം വേണ്ട, അതിന് റോഡ് വേണ്ട, കല്ല് വേണ്ട, ടാർ ചെയ്യണ്ട. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിയമാനുസൃതം ഗവൺമെൻറ്റിൽ അപ്രോപ്രിയേറ്റ് ബോഡിയിൽ നിന്ന് അനുബന്ധ രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ട് ആണ് ഇത് നടത്തിയെടുക്കുന്നത്. ആയതുകൊണ്ട് നിയമാനുസൃതം ഒരു കാര്യം ചെയ്യുന്നതിന് ആർക്കെന്ത് തടസ്സം എന്നുള്ള 2 ചോദ്യമാണ് ഇവർ പൊതുജനങ്ങളുടെ മുമ്പിൽ, സാധാരണക്കാരൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ നമ്മളും എതിരല്ല. നമ്മൾ ബോഡി എടുത്ത് സ്റ്റേറ്റ് വൈസായിട്ട് കോറി വേണ്ടതൊന്നും പറഞ്ഞ നടക്കുന്ന ആളുകളും എല്ലാം അങ്ങനെ പരാതി കൊടുത്തിട്ട് നമ്മൾ ഈ കൂടി ആക്കിയില്ല. കോറി 33ഓളം കണ്ടീഷൻസ് വെച്ചിട്ടാണ് കോറി അനുവദിക്കപ്പെടുന്നത്. ഇപ്പം ഏറ്റവും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സായി കോറി മാറി. ബാറൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഈ 55 കണ്ടീഷൻ 57 കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ എൻവയറമെന്റൽ ക്ലിയറൻസ്. ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ. പൊന്നോണ് തുമ്പിയെയും കാത്ത് കാർഷിക നഴ്സറി ഒരുക്കി കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS യൂണിറ്റുകളിലെ കുട്ടികളാണ് ഉദ്യാനം ഒരുക്കുന്നത്. നഴ്സറിയുടെ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയും ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പും നിർവഹിച്ചു. പൊന്നോണത്തുമ്പിയെയും കാത്ത് കാർഷിക ഉദ്യാന നഴ്സറി ഒരുക്കി കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച കാർഷിക ഉദ്യാന നഴ്സറിയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയും ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പും നിർവഹിച്ചു. വിവിധതരം ഇൻഡോർ, ഔട്ട്ഡോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്,
പച്ചക്കറി തൈകൾ എന്നിവയുടെ പ്രദർശനം കൗതുകകരവും വിജ്ഞാനപ്രദവുമായിരുന്നു. സ്കൂളിൽ വെച്ച് നടന്ന പ്രദർശനം കുട്ടികളും മാതാപിതാക്കളും പൊതുജനങ്ങളും ആവേശത്തോടെ സ്വീകരിച്ചു. വെണ്ട, തക്കാളി മുതലായ പച്ചക്കറി തൈകളും അലങ്കാര ചെടികളും മിതമായ വിലയ്ക്ക് വിൽപ്പനയും നടത്തി. വിത്തുകളും ചെറുകമ്പുകളും മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച പേപ്പർ ഗ്ലാസുകളിൽ പാകി വേര് പിടിപ്പിച്ച ശേഷം ചട്ടികളിലേക്ക് മാറ്റി പരിപാലിക്കുകയാണ് ചെയ്തത്. പച്ചക്കറി വിത്തുകൾ ആലക്കോട് കൃഷി ഓഫീസിൽ നിന്നും ലഭ്യമായി. ചെറുകിട വ്യവസായ യൂണിറ്റുകളെ പരിചയപ്പെടുത്തുക, ജൈവ കൃഷി രീതികളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, മൊബൈൽ ഫോണിൽ നിന്നും കുട്ടികളെ ശ്രദ്ധ തിരിച്ച് മാനസികാരോഗ്യം പുഷ്ടിപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുല്ലൻ, മുൻ പ്രിൻസിപ്പൽ മോൻസ് മാത്യു എന്നിവർ ഇതിനു വേണ്ട പ്രോത്സാഹനവും പിന്തുണയും നൽകി. സ്കൗട്ട് മാസ്റ്റർ ജോബിൻ ജോർജ്, ഗൈഡ് ക്യാപ്റ്റൻ ഡോക്ടർ സിൽവി തെരേസ് ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ സെബിൻ കെ. എഫ്രേം, സജി ജോസഫ്, ജൂഡിത്ത് ജോർജ്, മേരി S, പ്രിൻസി ജോയ് എന്നിവർ കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമാധ്യാപകർക്കായി സ്പാർക്ക് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. KPSTAയുടെ നേതൃത്വത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്രഥമാധ്യാപകർക്കായി സ്പാർക്ക് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും സർവീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് സ്പാർക്ക്. പുതുതായി സർവീസിൽ കയറിയ അധ്യാപകർക്കും നിലവിലുള്ളവർക്കും സ്പാർക്കുമായി ബന്ധപ്പെട്ട അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPSTAയുടെ നേതൃത്വത്തിൽ ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ ജില്ലയിലെ 150ഓളം അധ്യാപകർ ക്ലാസ്സിൽ പങ്കെടുത്തു. KPSTA സംസ്ഥാന കൗൺസിൽ അംഗം ബിജോയ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രഥമാധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സർവീസിലുള്ള ആളുകൾക്ക് ഒരു ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ സർവീസ് സീനിയറിറ്റിയുടെ HM-ആയി, പക്ഷെ അവർ സർവീസിൽ കയറിയ കാലഘട്ടത്തിൽ സ്പാർക്ക് പോലെയുള്ള സങ്കേതങ്ങളുടെ ഉപയോഗം ഇല്ലാതിരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ വേണ്ടത്ര പ്രാവീണ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഈ സ്പാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പുറത്തുള്ള ഏജൻസികളെ ആശ്രയിക്കേണ്ട ഒരു നിർഭാഗ്യകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സ്പാർക്ക് വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എങ്കിൽ കൂടിയും ഞങ്ങൾക്കിത് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ട് കഫേ പോലുള്ള സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റ് കഫേകളിലൊക്കെ പോയി അവരെ ഈ സ്പാർക്ക് കോഡ് സഹിതം ഏൽപ്പിച്ച് പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു അവസാനം കുറിച്ച് അധ്യാപകർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടത്ര ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നിവിടെ സ്പാർക്കിൻ്റെ ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചത്. തൊടുപുഴ വിദ്യാഭ്യാസ ഓഫീസർ സുലേഖ ES മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ AEO ഷീബ മുഹമ്മദ്, KPSTA സബ് ജില്ലാ സെക്രട്ടറി ഷിൻഡോ ജോർജ്, സജി മാത്യു, ജോബിൻ ജോസഫ്, ഷിബിമോൾ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് കുറെ സായി തുടങ്ങുന്ന സോഫ്റ്റ്വെയറുകൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം. സ്പാർക്ക്, സമന്വയ, സമ്പൂർണ്ണ, സാകേതം, സമഗ്ര, എത്ര സായ അല്ലേ? എത്ര പേർക്ക് എല്ലാ സായും അറിയാം? എത്ര പേര് ഈ സാകൾ തുറന്നു നോക്കുന്നുണ്ട്? നമ്മൾ തുറക്കണം, എല്ലാ സായും തുറന്നു നോക്കി പഠിക്കണം, കൃത്യമായിട്ട് ട്രെയിനിങ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്പാർക്ക്. സ്പാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിലത്തെ എല്ലാ കാര്യവും നമുക്ക് വേണ്ടത് തെറ്റുകൂടാതെ നമുക്ക് ചെയ്ത് അധ്യാപകരുടെ മുമ്പിൽ നല്ല ധൈര്യത്തോടെ നിൽക്കാം. രണ്ടാമത്തെ സമന്വയ വേണ്ടേ? പ്രഥമാധ്യാപകർ പഠിക്കേണ്ടേ സമന്വയ? തീർച്ചയായിട്ടും പഠിക്കണം. ഒരു സമന്വയം തെറ്റിച്ചാൽ ഒരു ഡിവിഷൻ പോകും, ഒരു അധ്യാപകൻ അവിടെ നിന്ന് പോകും. ആ ഒരു ഗതികേട് വരെ നമ്മുടെ അധ്യാപകരുടെ മുമ്പിലുണ്ടാകും. സ്പാർക്ക് ജില്ലാ നോഡൽ ഓഫീസറായിരുന്ന സീനിയർ സൂപ്രണ്ട് ഹരികൃഷ്ണൻ K അധ്യാപകർക്ക് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓഗസ്റ്റ് 27-ന് ദേവികുളം താലൂക്കിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു. ബഫർ സോൺ വിഷയത്തിൽ P. പ്രസാദ് നൽകിയ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പിന്മാറ്റം. അതിജീവന പോരാട്ട വേദിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. അതോടൊപ്പം പണിമുടക്കിൽ നിന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്മാറി. ഇതേസമയം UDF കരിദിനം ആചരിക്കും. ഇടുക്കി ജില്ല മുഴുവൻ വനമാക്കി മാറ്റണമെന്ന ലക്ഷ്യത്തോടുകൂടി ബഫർ സോൺ പരിധി 10 കിലോമീറ്റർ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കൃഷി വകുപ്പ് മന്ത്രി കേന്ദ്ര ഹരിത ട്രിബ്യൂണലിൽ ഹർജി നൽകിയതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് മന്ത്രി അടിമാലിയിലെത്തുന്ന ദിവസം ആഗസ്റ്റ് 27-ന് ദേവികുളം താലൂക്കിൽ ഹർത്താലിന് അതിജീവന പോരാട്ടവേദിയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പണിമുടക്കാൻ വ്യാപാരികളും തീരുമാനിച്ചത്. എന്നാൽ കേരള കൃഷി വകുപ്പ് മന്ത്രിയുടെ ഹർജി ഹരിത ട്രിബ്യൂണലിൽ നിരുപാധികം തള്ളിയ പശ്ചാത്തലത്തിൽ സമരത്തിൽ നിന്നും അതിജീവന പോരാട്ടവേദിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പിന്മാറുകയായിരുന്നു.
ഇന്നലെ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവുമായി നടന്ന ചർച്ചയും അതുപോലെ ബഹുമാനായ CPM ജില്ലാ സെക്രട്ടറി ഈ വിഷയം 31-ാം തീയതി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പോടെ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചതും എല്ലാം പരിഗണിച്ച് നാളെ P. പ്രസാദും റവന്യൂ മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചയും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഈ ഹർത്താൽ തൽക്കാലം പിന്മാറുകയാണ്. ഞങ്ങൾ അടിമാലിയിലൊരു പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. അടിമാലിയല്ല, ദേവികുളം ബ്ലോക്കിൽ മൊത്തം ഒരു പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഗ്രീൻ ട്രൈബ്യൂണൽ P. പ്രസാദിൻ്റെ ഹർജി നിരുപാധികം തള്ളി. അതുമാത്രമല്ല, മന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്ന് ഞങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണിമുടക്ക് സമരം ഞങ്ങൾ പിൻവലിച്ചു. അനന്തര സമരപരിപാടികൾക്കായി ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലയിൽ സമരരംഗത്തുള്ള 18ഓളം സംഘടനകളെ ഏകോപിപ്പിച്ച് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് സമരം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നവംബർ 1-ന് 1 ലക്ഷം പേരെ അണിനിരത്തി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം സംഘടിപ്പിക്കാനാണ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ തീരുമാനം. ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം പ്രതിഷേധങ്ങൾ തുടരാനാണ് UDFന്റെ തീരുമാനം. UDF അന്നേ ദിവസം കരിദിനമായി ആചരിക്കുമെന്ന് UDF ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ MB സൈനുദ്ദീൻ പറഞ്ഞു. അതിജീവന പോരാട്ടവേദി നടത്തിയ ഹർത്താലിന് UDF പിന്തുണ കൊടുക്കാനുണ്ടായ സാഹചര്യം ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ്. എന്നാൽ ചർച്ചയിലൂടെ അതിജീവന പോരാട്ടവേദി മുന്നോട്ടു പോയ സാഹചര്യത്തിൽ പിന്തുണ കൊടുത്ത ആ ഹർത്താലിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തുണ കൊടുത്ത ഒരു മുന്നണി എന്ന നിലയിൽ 27-ാം തീയതി നിയോജക മണ്ഡലത്തിൽ കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ഞാർ ആനക്കയം റോഡ് തകർന്നിടന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. കാഞ്ഞാർ മുതൽ തെങ്ങുംപള്ളി കവല വരെയുള്ള ഭാഗം തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി. കാഞ്ഞാർ ആനക്കയം റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. കാഞ്ഞാർ മുതൽ തെങ്ങുംപള്ളി കവല വരെയുള്ള ഭാഗം തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി. 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിനോടാണ് അധികൃതർ അവഗണന തുടരുന്നത്. സമീപത്തെ മറ്റു റോഡുകൾ കുഴികൾ അടിച്ച് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും കാഞ്ഞാർ ആനക്കയം റോഡിലെ കുഴികൾ നികത്താൻ പോലും അധികൃതർ തയ്യാറായില്ല. ഇനി റോഡ് പൂർണ്ണമായും റീടാറിംഗ് നടത്തിയാലേ സഞ്ചാരയോഗ്യമാകൂ. കയ്പ, മുതിയാമല ഭാഗങ്ങളിൽ നിന്നും പ്രധാന റോഡിലേക്ക് എത്തുവാൻ ഇതുവഴി സഞ്ചരിക്കണം. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെ സർക്കസ് അഭ്യാസത്തെ പോലെ വേണം സഞ്ചരിക്കുവാൻ. വിദ്യാർത്ഥികൾ തകർന്ന ഈ റോഡിലൂടെ വേണം വിദ്യാലയങ്ങളിൽ എത്തുവാൻ. സഞ്ചാരയോഗ്യമല്ലാതായ റോഡ് റീടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊടയത്തൂർ. സമകാലം ഡയറ്റ് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നോവലിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ നാരായൺ അനുസ്മരണ സമ്മേളനം മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമകാലം ഡയറ്റ് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നോവലിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ നാരായൺ അനുസ്മരണ സമ്മേളനം മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നാരായണന്റെ നാട്ടിൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന കുറേയേറെ ആളുകളുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം പഠിച്ച ഈ അനുഗ്രഹീതമായ വിദ്യാലയത്തിൽ അദ്ദേഹത്തിന് ഒത്തിരി ഓർമ്മകൾ, നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ വിദ്യാലയത്തിൽ ഒപ്പം പടപൊരുതി മുന്നോട്ട് പോകാനുള്ള ഊർജം അദ്ദേഹത്തിന് സമ്മാനിച്ച ഒത്തിരി അനുഭവങ്ങൾ ഈ പരിസരത്തിലുണ്ട്. കൊടയത്തൂരും അതിൻ്റെ പരിസരങ്ങളിലുണ്ട്. ഞാൻ നാരായണൻ്റെ അഭിമുഖം ശ്രദ്ധയോടെ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബാല്യത്തിലെ ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, അനാഥത്വം. 2 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ച. അപ്പോൾ ആ ഒരു കാലം ഞാനിതിപ്പോൾ കുട്ടികളോട് പറയാൻ കാര്യം, കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാണ്. അപ്പോൾ കുട്ടികളോടേക്ക് പറയാനുള്ള നമുക്ക് എന്തുമാത്രം പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളൊക്കെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നാരായണൻ എന്ന ആ നല്ല എഴുത്തുകാരൻ. ഒപ്പം നമ്മൾ എത്ര വളർന്നാലും നാം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ ഗോത്രത്തെ മറക്കരുതെന്നുള്ള വലിയൊരു പാഠം നാരായണൻ നൽകുന്നു.
ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിമി പി സുകുമാരൻ, നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രാജേഷ് കെ എരുമേലി, കോട്ടയം CMS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത ഡാനിയൽ തുടങ്ങിയവർ ഗോത്ര ജീവിത വ്യാഖ്യാനം, നാരായണന്റെ കൃതികളിൽ കൊച്ചരേത്തിയുടെ സമകാലിക വായന, നാരായൺ കൃതികളുടെ സാംസ്കാരിക വായന തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഡയറ്റ് ലെക്ചറർ അനിരുദ്ധൻ, ഹെഡ്മിസ്ട്രസ് M ജീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നാരായണന്റെ ബന്ധുക്കളും നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. MB അജീഷ് കുമാർ സ്വാഗതവും ജോസഫ് മാത്യു നന്ദിയും പറഞ്ഞു. അധ്യാപകരായ കൊച്ചുറാണി ജോയ്, KK ശൈലജ, ഷൈനോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊടിയത്തൂർ. ഇടുക്കി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചിനെ തെരഞ്ഞെടുത്തു. തൊടുപുഴ AR ഓഫീസ് സ്പെഷ്യൽ സെയിൽ ഓഫീസർ സിബി ജോസഫ് വരണാധികാരിയായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇടുക്കി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. തൊടുപുഴ AR ഓഫീസ് സ്പെഷ്യൽ സെയിൽ ഓഫീസർ സിബി ജോസഫ് വരണാധികാരിയായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് പ്രതിനിധി ലിയോ ജോൺ ചന്ദ്രൻകുന്നേലിനെ വൈസ് പ്രസിഡന്റായും ആൽബർട്ട് മൈക്കിൾ മണിയൻമാക്കലിനെ ഹോണററി സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന അനുമോദന യോഗം ഇടുക്കി ജില്ലയിലെ മികച്ച സർവീസ് സഹകരണ ബാങ്കായ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെടുത്ത്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചാണ്ടി ആനിത്തോട്ടം, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ അസീസ് പാലേക്കുന്നേൽ, മുൻ KPCC നിർവാഹക സമിതി അംഗം ഗോപാലകൃഷ്ണ കൈമൾ, സംഘം മുൻ പ്രസിഡന്റ് KA ഐസക്, ജോസ് അരീപ്പറമ്പിൽ, ഷിബി പനന്താനം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. A സാനു പുളിക്കൽ, റോയി തോമസ് മുണ്ടയ്ക്കൽ, ജിമ്മി അഗസ്റ്റിൻ വെട്ടത്ത്, അൻഷാദ് CJ ചെന്നക്കാട്ടിൽ, ജിനു സാം ജോൺ വില്ലംപ്ലാക്കൽ, KA ശശികല കല്ലൂർ, ഉമാ മുരളി വള്ളിക്കരോട്ട്, ഷീബ റെജി നെടിയപാല എന്നിവരാണ് UDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊടിയത്തൂർ. കിഡ്നി രോഗബാധിതനായ ഗ്രഹനാഥന് ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ നാട്ടുകാരുടെ സ്വന്തം ബസ് ആയ ആശ്രയ ഒരു ദിവസം സർവീസ് നടത്തി. നെടുങ്കണ്ടം മാവടി കൈലാസം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആശ്രയ ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവൻ ചികിത്സാ ചെലവുകൾക്കായി നൽകി. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളിൽ നിന്നും പണം സ്വരൂപിച്ചും ചികിത്സാ ചെലവുകൾക്കായി കൈമാറും. കിഡ്നി രോഗബാധിതനായ മാവടി സ്വദേശി കന്നിട്ടപ്പറമ്പിൽ ശ്രീകുമാറിന്റെ ചികിത്സാ ചെലവുകൾക്കായാണ് ആശ്രയയുടെ ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെച്ചത്. ടിക്കറ്റ് നൽകാതെ യാത്രക്കാരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചായിരുന്നു സർവീസ്. ടിക്കറ്റ് ചാർജിനേക്കാൾ അധികം തുക നൽകിയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാരും ഉദ്യമത്തിൽ പങ്കാളികളായത്. സഹായിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെ ചെയ്യും. 10 ട്രിപ്പിലെ ആൾക്കാർ നമ്മൾ കളക്ഷൻ മൊത്തം ഇന്ന് കൊടുക്കുക. ടിക്കറ്റില്ലാതെ ആൾക്കാർ നല്ല രീതിയിൽ സഹകരിക്കുന്നു. ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവർ നമുക്ക് തരും. ഗ്രാമീണ മേഖലകളായ മാവടി കൈലാസം പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന യാത്രാ ഉപാധിയാണ് ആശ്രയ ബസ്. ജനകീയ കൂട്ടായ്മയായ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരിൽ നിന്നും പണം സ്വരൂപിച്ചാണ് യാത്രാക്ലേശം രൂക്ഷമായ പ്രദേശത്തേക്കായി ബസ് വാങ്ങിയത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരിൽ നിന്ന് നേരിട്ട് പണം സ്വരൂപിച്ച് കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്ന തുക കണ്ടെത്തും. ആകെ 15 ലക്ഷം രൂപയോളമാണ് ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ശരീരം നുറുങ്ങുന്ന വേദനയിലും അറിവിൻ്റെ ലോകത്തെ നേട്ടങ്ങൾ നെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ എൽബറ്റ്. അപൂർവ രോഗമായ ബെക്ഷ്ലെറ്റ് ട്യൂമർ ബാധിതയാണ് ഈ 23-കാരി. കരുണയുള്ളവർ ഒത്തുചേർന്നാൽ ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്നും തൻ്റെ സ്വപ്നമായ മെഡിസിൻ പഠനം സാധ്യമാകുമെന്നുമാണ് ഈ യുവതിയുടെ പ്രതീക്ഷ. ചെറുപ്പം മുതൽ ഡോക്ടറാകാനായിരുന്നു എൽബറ്റിന്റെ ആഗ്രഹം. എന്നാൽ 2017 ബെക്ഷ്ലെറ്റ് ട്യൂമർ രോഗം ബാധിച്ചതോടെ എൽബറ്റിന്റെ സ്വപ്നങ്ങളും മങ്ങി. ഞരമ്പുകളിൽ മുഴകൾ രൂപപ്പെടുന്നതിനൊപ്പം ശരീരം നീരുവെക്കുകയും മൂക്കിൽ കൂടി രക്തം ഒഴുകുകയും ചെയ്യും. അസഹ്യമായ വേദനയാണ് ദിവസത്തിൽ മിക്ക സമയങ്ങളിലും അനുഭവപ്പെടുക. ഇതോടെ മെഡിസിൻ പഠനം താൽക്കാലികമായി വേണ്ടെന്ന് വെച്ച് ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നു. ആവുന്ന രീതിയിൽ കോളേജിൽ പോയി പഠനം നടത്തി. പലപ്പോഴും അധ്യാപകരും സുഹൃത്തുക്കളും സഹായിച്ചു. ചെറുപ്പം മുതലേ MBBSന് പോകാൻ വേണ്ടിയായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ എനിക്ക് അസുഖം വന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും എനിക്ക് ആ ഒരു മേഖലയിലേക്ക് എത്താനൊരു വഴിയായി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈയിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ വൈയായികയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും ആവുന്ന വിധം പോയി
വീട്ടിലിരുന്ന് പഠിച്ചും എക്സാം എഴുതി ഫസ്റ്റ് ഇയറിലെ എക്സാമിന് 82% ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് MBBSന് പോകണമെന്ന് ആഗ്രഹം. കൂലിവേലക്കാരനായ നെടുങ്കണ്ടം പൂവത്തുമൂട്ടിൽ എബ്രഹാം ലിസമ്മ ദമ്പതികളുടെ മൂത്ത മകളാണ് എൽബറ്റ്. ഇടവക ദേവാലയത്തിൽ നിന്ന് നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. എൽബറ്റിന്റെ ഭാരിച്ച ചികിത്സാ ചെലവുകൾ കണ്ടെത്തുവാൻ കുടുംബത്തിന് സാധിക്കുന്നില്ല. തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടത്തുന്നത്. മാസത്തിൽ 2 ഇഞ്ചക്ഷൻ വീതം തുടർച്ചയായി 12 ഇഞ്ചക്ഷൻ എടുത്താൽ രോഗത്തിന് ആശ്വാസമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പിന്നീട് മരുന്ന് കഴിച്ചാൽ മതിയാകും. ഒരു ഇഞ്ചക്ഷന് 25,000 രൂപയാണ് ചിലവാകുന്നത്. മുൻപ് 6 ഇഞ്ചക്ഷൻ എടുത്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പൂർത്തീകരിക്കാനായില്ല. ഇനി ആദ്യം മുതൽ ഇഞ്ചക്ഷൻ എടുക്കണം. 12 ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇഞ്ചക്ഷൻ മുടങ്ങിപ്പോയി. ഒരു ഇഞ്ചക്ഷന് 25,000 രൂപയാണ് വില വരുന്നത്. അത് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ രോഗത്തിന് കുറവുണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞാൽ ഇനി മെഡിസിൻ തുടർന്നാൽ മതിയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആദ്യം മുതൽ എടുക്കണം. ഇനി 1 മുതൽ ഇനി എടുത്തു വരണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൽബറ്റിന്റെ മരുന്നുകൾക്കും മറ്റ് പരിശോധനകൾക്കുമായി മാസം തോറും 10,000 ചെലവാകും. നാട്ടുകാരുടെ സഹായവും കടം വാങ്ങിയുമൊക്കെയാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. ചികിത്സാ ചെലവുകൾ കണ്ടെത്തുവാൻ എൽബറ്റിന്റെ പേരിൽ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കുരിശുപാറയ്ക്ക് സമീപം കോട്ടപ്പാറയിലെ ഏലം സ്റ്റോറിൽ കയറിയ രാജവെമ്പാലയെ വനപാലകരുടെയും സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പിടികൂടി. കല്ലാർ ചെറുകാലായിൽ ചന്ദ്രന്റെ ഏലം സ്റ്റോറിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. കുരിശുപാറയ്ക്ക് സമീപം കോട്ടപ്പാറയിലെ ഏലം സ്റ്റോറിൽ കയറിയ രാജവെമ്പാലയെ വനപാലകരുടെയും സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പിടികൂടിയത്. കല്ലാർ ചെറുകാലയിൽ ചന്ദ്രന്റെ ഏലം സ്റ്റോറിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കുട്ടികൾ രാജവെമ്പാലയെ കണ്ടത്. തുടർന്ന് തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മൂന്നാർ വനംവകുപ്പ് ദ്രുതകർമ്മസേന എത്തി. മൂന്നാറിൽ നിന്നുള്ള വനപാലകരായ അഭിഷേക്, രാജകുമാർ, സുന്ദർ, റോയ്, സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളായ കെ ബുൾബേന്ദ്രൻ, മിനി റോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. കുരിശുപാറ കോട്ടപ്പാറ ചന്ദ്രന്റെ വീട്ടിൽ നിന്നും 15 അടിയിലേറെ നീളമുള്ള രാജവെമ്പാലയെ ദേവികുളം RRT ടീമും അടിമാലി ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ടീമും കൂടെ ഒരു 1.5 മണിക്കൂറിലെ പരിശ്രമത്തിലേറെ ഈ വീടിനുള്ളിൽ നിന്നും ഞങ്ങളിതിനെ റെസ്ക്യൂ ചെയ്തു. ഞങ്ങളിതിനെ നേര്യമംഗലം വനത്തിനുള്ളിൽ ഉൾഭാഗത്ത് ജനവാസ മേഖലയിൽ നിന്നും ഉള്ളിൽ ഇതിനെ റിലീസ് ചെയ്യുന്നതാണ്. 16 അടി നീളമുള്ള പാമ്പിനെ 7 വയസ്സ് പ്രായം കണക്കാക്കുന്നതായി വനപാലകർ പറഞ്ഞു. കൂട്ടിലാക്കിയ പാമ്പിനെ നേര്യമംഗലം ഉൾവനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷ്വൽ സ്ക്രീനിംഗ് ട്രെയിനിംഗ് ക്യാമ്പ് തൊടുപുഴയിൽ നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രൊഫസർ സാംസൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. റീജിയണൽ ചെയർമാൻ ഷിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ 318 ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കുള്ള റീജിയൻ തല പരിശീലനം തൊടുപുഴ ലയൺസ് ക്ലബ്ബിൽ നടത്തി. വിഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഓസ്റ്റിൻ ബയസ് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രൊഫസർ സാംസൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഒരു മികവുറ്റ പ്രോത്സാഹനം നൽകുന്നത് ഈ സൈറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന വിഷൻ എന്ന് പറയുന്ന ലയൺസ് പ്രസ്ഥാനം മുഴുവൻ പിടിച്ചിരിക്കുന്നതെല്ലാം എല്ലായ്പ്പോഴും പിടിക്കുന്നത് ചുവട് പിടിക്കുന്നത് എപ്പോഴും UN-ന്റെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ ഇപ്പോൾ അതിന് പേര് മാറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. UN ഈ ലോകത്തെ ഭൂഗോളത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി 17 ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ആ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ കുറെ എണ്ണം നമ്മൾ ലയൺസ് പ്രസ്ഥാനം നടത്തിയെടുത്തിരിക്കുന്നതാണ്. അതിൽ ഒരെണ്ണമാണ് ഹങ്കർ, എല്ലാവർക്കും വിശപ്പകറ്റുക അല്ലെങ്കിൽ സമീപമായിട്ടുള്ള ഭക്ഷണം സമയത്ത് കൊടുക്കുക. എൻവയോൺമെന്റ്, സന്തുലിതമായിട്ടുള്ള ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ലയൺസിന്റെ ഒരു കൂട്ടായ്മ പരിശ്രമിക്കുന്നത്. അതുപോലെ ഡയബറ്റീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അതേപോലെ തന്നെ ഞങ്ങൾ പറയുന്ന ബ്ലൂ ചിപ്പ് വന്നിട്ടാണ് ഈ വിഷൻ എല്ലാവർക്കും നല്ല കാഴ്ചശക്തി. അത് കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവർക്ക് നമുക്ക് വിഷന്റെ പല സൈറ്റ് ഫോർ കിഡ്സ് എന്നുള്ളത് കുട്ടികൾ വേണ്ടിയുള്ള BRC ജില്ലാ കോർഡിനേറ്റർ ബിന്ദുമോൾ,
പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ഡോക്ടർ സുദർശൻ കെ, റോയി ലൂക്ക്, റീജിയൻ ചെയർമാൻ ഷിൻസ് സെബാസ്റ്റ്യൻ, സോൺ ചെയർമാൻമാരായ മാത്യു ടി, വിനോദ് കണ്ണോളി, തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അനൂപ് ധന്വന്തരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും നേരിടുന്ന ആക്രമണങ്ങളിൽ ഉണ്ടായി വരുന്ന വർധനവിനെക്കുറിച്ച് സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരത് ജോഡോ യാത്രയുടെ ഇടുക്കി നിയോജകമണ്ഡലം തല സ്വാഗത സംഘം രൂപീകരണം നടന്നു. ഇടുക്കി DCCയിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ സ്വാഗത സംഘ രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ LDF സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണർ BJPയുടെ വാടക ഗുണ്ടയായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. പൊന്നോണത്തുമ്പിയെയും കാത്ത് കാർഷിക നഴ്സറി ഒരുക്കി കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ. സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS യൂണിറ്റുകളിലെ കുട്ടികളാണ് ഉദ്യാനം ഒരുക്കുന്നത്. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ അധ്യാപകർക്കായി സ്പാർക്ക് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.